തീ അണക്കാൻ കൃത്രിമ മഴ പെയ്പ്പിച്ചൂടെ? ശരി, എനിക്കും ഫസ്റ്റ് തോന്നിയ ചോദ്യമാണ്. കാരണം വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ കൺട്രി ആയ USA എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്? നമ്മൾ UAE റീസെന്റ് നമുക്ക് എപ്പോഴും അറിയാം മഴ പെയ്യുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കൃത്രിമ മഴ അതല്ലെങ്കിൽ ക്ലൗഡ് സീഡിങ് ത്രൂ അല്ല മഴ വരുന്നത്. പക്ഷേ ഈ ക്ലൗഡ് സീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലൗഡ്സ് വേണം, അതായത് മോയ്സ്ചറുള്ള ക്ലൗഡ്സ് വേണം. ഡ്രൈ ഉള്ള ക്ലൗഡ്സ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാലിഫോർണിയയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ റീസെന്റ് ഇയേഴ്സിൽ അവിടെ മഴ പെയ്തിട്ടേ ഇല്ല. സോ ദ ക്ലൗഡ് ഈസ് വെരി ഡ്രൈ. മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 40,000 ഹെക്ടേഴ്സിനെ വിഴുങ്ങിയ ഈ കാട്ടുതീ ഓൾറെഡി അത് 80 to 90 km/h പോകുന്നത്. അതേസമയത്ത് നമ്മൾ ക്ലൗഡ് സീഡിങ് പോലത്തെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ക്ലൗഡ്സ് വന്നിട്ട് മഴ പെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാലും പ്രാക്ടിക്കലായിട്ട് ഡ്രൈ ആകുന്നതിനേക്കാളും മുന്നേ അല്ലെങ്കിൽ തീ കിടന്നതിന് മുന്നേ വേറെ സൈഡിലൂടെ അത്ര ഫാസ്റ്റ് ആയിട്ട് തീ കത്തിക്കൊണ്ട് പോവായിരിക്കും. മറുവശത്ത് ക്ലൗഡ് സീഡിങ് ഇന്നും ഒരു ടെക്നോളജിയാണ്, പക്ഷേ ഡ്രൈ ഉള്ള ക്ലൗഡ്സ് ഒന്നും മഴ പെയ്യുന്ന ടെക്നോളജി ഇന്ന് വരെ ഭൂമിയിൽ വന്നിട്ടില്ല. സോ അവിടെ അത് പ്രാക്ടിക്കൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. വേറെ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലൗഡ് സീഡ് ഇന്ന് ചെയ്തിട്ട് നാളെ മഴ പെയ്യുന്നല്ല. നമുക്ക് കുറെ കാലങ്ങളായിട്ട് അവിടുത്തെ കേസ് സ്റ്റഡി അനാലിസിസ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. UAE അത് ആ ഒരു രീതിയിലാണ് സക്സസ്ഫുൾ ആയത്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കേസ് സ്റ്റഡി ഒക്കെ ചെയ്തിട്ടാണ് ക്ലൗഡ് സീഡിങ് ചെയ്യുന്നത്. ഇത് നമ്മൾ വേറൊരു കാര്യം നോക്കണം, നമുക്ക് ഒഫീഷ്യലി കണക്കിട്ടുമ്പോൾ മനുഷ്യന്മാരെ മരിച്ചു കിട്ടും, പക്ഷെ ഒരുപാട് മൃഗങ്ങളൊക്കെ വെന്തുരുകി മരിച്ചിട്ടൊക്കെ ഉണ്ടാവും. റീസെന്റ് ഡേയ്സിൽ നമുക്ക് ഓസ്ട്രേലിയയിലൊക്കെ കണ്ടതുപോലെ. അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് നോർമൽ രീതിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.